എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പറയുന്ന അല്ലെങ്കിൽ കിട്ടുന്ന പരമാവധി സമയം നമ്മൾ റിവിഷന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത്. കാരണം പരീക്ഷ അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് റിവൈസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഈ അവസാന ഘട്ടത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാതെ പഠിച്ചത് വൃത്തിയായിട്ട് മനസ്സിൽ ഉറപ്പിക്കുക. പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതുവാൻ സാധിക്കണം. സോ അത്തരത്തില് പുതിയ കാര്യങ്ങൾ പഠിച്ച് വെറുതെ ടെൻഷൻ അടിക്കാതെ ഉള്ളത് നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ അവസാനം ഒരു 10 ക്വസ്റ്റ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു മാത്സിന്റെ ഒരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത സമയത്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പേഴ്സണലായിട്ടും അല്ലാതെയും ഇനിയുള്ള ദിവസങ്ങൾ മാത്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ 10 ചോദ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളുടെ ഓരോ സെറ്റ് വീഡിയോസ് തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും എന്നുള്ള സജഷന്റെ പുറത്താണ് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ സെറ്റാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളുടെ രണ്ടാമത്തെ സെറ്റാണ്. ഇങ്ങനെ ഏകദേശം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പരമാവധി ഇത്തരത്തിലെ മുൻ വർഷങ്ങളിലെ ചോദിച്ചു മാറിയതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മുമ്പിലേക്ക് വരുന്നത്. സിലബസ് അനുസരിച്ചിട്ടാണ്, സിലബസിനകത്ത് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മാത്രമേ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നുള്ളൂ. എപ്പോഴും ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, മുൻ വർഷങ്ങളിലെ ബോർഡ്, വിവിധ CSEB ക്ലർക്ക്, കാഷ്യർ, സെക്രട്ടറി പരീക്ഷകളിലെ ചോദിച്ചു മാറിയ ചോദ്യങ്ങൾ മാത്രമാണ് ക്ലാസ്സിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഇത്തരം ക്ലാസ്സുകൾ ഭംഗിയായിട്ട് ഒരു ബുക്കിനകത്തേക്ക് എഴുതി നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ അടുത്തടുത്ത വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങളുടെ സംശയങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് നമുക്ക് ആ വീഡിയോ ചെയ്ത് അവസാനിപ്പിക്കാവുന്നതാണ്. അങ്ങനെ 2025 നമ്മൾ എഴുതാൻ പോകുന്ന ഈ രണ്ടാമത്തെ ക്ലർക്ക് കാഷ്യർ പരീക്ഷ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും വിവിധ സഹകരണ ബാങ്കുകളിൽ ക്ലർക്കായിട്ടോ കാഷ്യറായിട്ടോ ജോലിയിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷനിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിരിക്കുന്നത് ടൈം ആൻഡ് വർക്കിനകത്ത് നിന്നാണ്. ഒന്നുമില്ല, പേടിക്കേണ്ട, ടൈം ആൻഡ് വർക്കാ. അപ്പോ അമ്മു എലോൺ കംപ്ലീറ്റ്സ് എ വർക്ക് ഇൻ 10 days, ചിന്നു 15 days, പാർവതി 30 days. Then the number of days taken by all 3 together to complete the work എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ മലയാളത്തിൽ പറഞ്ഞാൽ, അമ്മു ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എടാ, അമ്മു ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. നമ്മുടെ ചിന്നു ആണെങ്കിലോ, അവള് 15 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. എഴുതിക്കോ, 15. 30 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും. ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യനാ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തുവാ പറയേ? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തുവാ? ടൈം ആൻഡ് വർക്ക് ക്വസ്റ്റ്യൻസിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തുവാ? തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക, അല്ലേ? വേറൊന്നും ആലോചിക്കണ്ട. ടൈം ആൻഡ് വർക്ക് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏത് ചോദ്യം ചോദിച്ചാലും ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നിരിക്കുന്ന ദിവസങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ടോട്ടൽ വർക്കായിട്ട് പരിഗണിക്കുക. 10ന്റെയും 15ന്റെയും 30ന്റെയും LCM എത്ര? പെട്ടെന്ന് പറയാം. അപ്പൊ നിങ്ങൾ പറയും, സാറേ ഞങ്ങളൊന്ന് ഘടകക്രിയ ചെയ്ത് നോക്കട്ടെ, വരച്ച് ചെയ്ത് നോക്കിയിട്ടാണ് LCM കണ്ടുപിടിക്കുന്നത്, അല്ലേ? പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഞാൻ വേറൊരു വഴി പറഞ്ഞു തരാം. നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയിലോട്ട് നിങ്ങൾ നോക്കണം. എന്തോ ഞാൻ പറഞ്ഞത്? തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയിലേക്ക് നിങ്ങൾ നോക്കുക. ആ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യയായിരിക്കും LCM. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 30 അല്ലേ? ഏറ്റവും വലിയ സംഖ്യയെ
ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും LCM. ഏറ്റവും വലിയ സംഖ്യ 30. 30നെ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും, 15 കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അങ്ങനാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ 30 LCM. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അറിയാത്തവർ എഴുതി വെക്കുക, തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും LCM. അപ്പൊ 30 LCM. അപ്പൊ ആകെ ജോലി എന്ന് പറഞ്ഞാൽ 30. ഇനി പറയാം, ടോട്ടൽ വർക്കാണ് 30. 10 ദിവസം കൊണ്ടാണ് 30 ജോലി ചെയ്യുന്നത്. എടാ 10 ദിവസം കൊണ്ട് 30 ജോലി ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 10 ദിവസം കൊണ്ടാണ് 30 ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവ് കണ്ടുപിടിക്കാൻ 30നെ 10 കൊണ്ട് ഹരിച്ചാൽ പോരെ? 30നെ 10 കൊണ്ട് ഹരിച്ച എത്ര? 3. അതായത് നമ്മുടെ അമ്മു അവള് ഒരു ദിവസം ചെയ്യുന്നത് 3 ജോലിയാണെന്ന് മനസ്സിലായി. അടുത്തത് 15 ദിവസം കൊണ്ടാണ് 30 ജോലി ചെയ്യുന്നതെങ്കിൽ 15 ദിവസം കൊണ്ടാണ് 30 ജോലി ചെയ്യുന്നതെങ്കിലോ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവെന്ന് പറഞ്ഞാല് 30/15 2. കണ്ടോ? 30നെ 15 കൊണ്ട് ഹരിച്ച 2 ജോലിയാണ് ഒരു ദിവസം ചെയ്യുന്നത്. അടുത്തത് 30 ദിവസം കൊണ്ട് 30 ജോലി ചെയ്തു. 30 ദിവസം കൊണ്ടാണ് 30 ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവെന്ന് പറഞ്ഞാൽ 30/30 1. ഒരു ദിവസം ചെയ്യുന്നത് ഒരു ജോലിയാണെന്ന് മനസ്സിലായി. ആണോ? അമ്മ ഒരു ദിവസം ചെയ്യുന്ന എത്ര ജോലിയാ? 3. ചിന്നു ഒരു ദിവസം ചെയ്യുന്നത് 2 ജോലി, പാർവതി 1. എങ്ങനെ കിട്ടിയത്? ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചിട്ട് ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു. 30/10 3, 30/15 2, 30/30 1. അപ്പോൾ അമ്മ ഒരു ദിവസം 3 ജോലിയാണ് ചെയ്യുന്നത്. ചിന്നു ഒരു ദിവസം എത്ര? ചിന്നു ഒരു ദിവസം 2, പാർവതി ഒറ്റ ജോലി അവൾ ആകെ ഒരു ദിവസം ചെയ്യത്തുള്ളൂ. ചോദ്യം, ഇവര് 3 പേരും കൂടെ ഒരുമിക്കുവാണെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാവുന്നല്ലേ? എടാ കുഞ്ഞുങ്ങളെ, അമ്മ ഒരു ദിവസം 3 ജോലി, ചിന്നു ഒരു ദിവസം 2, പാർവതി 1. ഇവര് 3 പേരും കൂടെ ഒരുമിക്കുവാണെങ്കിൽ അമ്മുവും ചിന്നുവും പാർവതിയും കൂടെ ഒരുമിച്ചാൽ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 3ഉം 2ഉം 5ഉം 1ഉം 6 ജോലിയല്ലേ ചെയ്യുന്നത്? കണ്ടോ? 6 ജോലിയാണ് ഒരു ദിവസം ചെയ്യുന്നത്. നമ്മുടെ അമ്മുവും നമ്മുടെ ചിന്നുവും നമ്മുടെ പാർവതിയും കൂടെ, ഇവളുമാര് 3 പേരും കൂടെ ഒരുമിക്കുവാണെങ്കിൽ അവര് ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവെന്ന് പറഞ്ഞാല് 3ഉം 2ഉം 5ഉം 1ഉം 6 ജോലിയാണ് ഒരു ദിവസം ചെയ്യുന്നത്. ഒരു ദിവസം 6 ജോലി ചെയ്യും. നമുക്ക് തീരേണ്ടത് എത്ര? 30 അല്ലേ? ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 30 അല്ലേടാ? ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 30 അല്ലേ? ഒരു ദിവസം 6 ജോലി വെച്ച് ചെയ്താൽ 5 ദിവസം കൊണ്ട് 30 ജോലി തീരത്തില്ലേ? അപ്പൊ ഉത്തരം 5 കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തീരേണ്ടത് 30. തീരേണ്ടത് എത്ര? 30. ഇവര് 3 പേരും കൂടെ ഒരുമിക്കുവാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് 6 ജോലിയാ. തീരേണ്ടത് 30. ഒരു ദിവസം ചെയ്യുന്നത് 6. 30നെ 6 കൊണ്ട് ഹരിച്ചു നോക്കി എത്ര വരും? 5. അപ്പൊ ദിവസങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 5 എന്ന് എഴുതി അവസാനിപ്പിക്കാവുന്നതാണ്. ഇത്രേ ഉള്ളൂ പരിപാടി. സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഒരു ദിവസം ചെയ്യുന്നത് 6 ജോലിയാണ്. തീരേണ്ടത് 30. 30നെ 6 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 5 എന്ന് വരും. 5 ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പൊ ഞാന് ഒരു ചോദ്യം അങ്ങോട്ടിടാം. എ ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ബി അതേ ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. സി 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. ഇവര് 3 പേരും കൂടെ ഒരുമിക്കുവാണെങ്കിൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തീകരിക്കും എന്നുള്ള കാര്യം കമന്റായിട്ട് നിങ്ങൾ ഓരോരുത്തരും ആൻസർ രേഖപ്പെടുത്തണം എന്നുകൂടി റിക്വസ്റ്റ് ചെയ്യുവാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. എ ബുക്ക് ഈസ് സോൾഡ് അറ്റ് എ ലോസ് ഓഫ് 20%. ഒരു ബുക്ക് 20% നഷ്ടത്തിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇഫ് ഇറ്റ് വാസ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 10%,
10% ലാഭത്തിനായിരുന്നു വിറ്റിരുന്നതെങ്കിൽ വുഡ് ഹാവ് ഏൺഡ് 900 മോർ, 900 രൂപ അധികം കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ then how much should it be sold for to make a profit of 30%? 30% ലാഭം കിട്ടാൻ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദ്യം. ഒന്നും കൂടെ പറയാം. അതായത് എടാ, ഒരു ബുക്ക് 20% നഷ്ടത്തിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. 10% ലാഭത്തിൽ വിറ്റിരുന്നുവെങ്കിൽ 900 രൂപ അധികം കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ 30% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദ്യം. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഭംഗിയായിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ എടുത്തെടുത്ത് തന്നതാണ്. ഏതൊരു സാധനത്തിന്റെയും വാങ്ങുന്ന വില CP, കോസ്റ്റ് പ്രൈസ്, എല്ലായ്പ്പോഴും 100% ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അല്ലടാ, ഒരു സാധനത്തിന്റെ വാങ്ങുന്ന വില അല്ലെങ്കിൽ വാങ്ങിയ വില CP 100%. 10% ലാഭം കിട്ടണമെങ്കിൽ വിറ്റ വില 110%. 20% ലാഭം കിട്ടണമെങ്കിൽ വിറ്റ വില 120%. 30% ലാഭം കിട്ടണമെങ്കിൽ വിറ്റ വില 130%. 10% നഷ്ടമാണെങ്കിൽ വിറ്റ വില 90%. 20% നഷ്ടമാണെങ്കിൽ വിറ്റ വില 80%. 30% നഷ്ടമാണെങ്കിൽ വിറ്റ വില 70%. അങ്ങനാണെങ്കിൽ ഒരു സാധനം 20% നഷ്ടത്തിൽ വിൽക്കുന്നു എന്നല്ലേ പറയുന്നത്? അപ്പൊ വിറ്റ വില എത്ര ആയിരിക്കും? എന്തായാലും വാങ്ങിയ വില 100% അല്ലേ? 20% നഷ്ടത്തിനാണ് വിറ്റതെങ്കിൽ വിറ്റ വില എത്ര? 80% ആണെന്ന് മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ 20% നഷ്ടത്തിനാണ് ആ സാധനം വിറ്റതെങ്കിൽ വിറ്റ വില 80%. അങ്ങനെ 20% നഷ്ടത്തിൽ വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടി അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് വിറ്റതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് 20% നഷ്ടത്തിന് വിറ്റ വില നമുക്ക് X എന്നങ്ങ് എടുക്കാം. അറിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ X എന്ന് എടുത്തത്. എനിക്കറിയില്ല എത്ര ശതമാനത്തിനാണെന്ന് ചോദിച്ചാൽ 80%. കൃത്യമായിട്ട് എത്ര രൂപയ്ക്കാണ് വിറ്റതെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് 20% നഷ്ടത്തിന് വിറ്റു, അതായത് 80% വിറ്റു. എത്ര രൂപയാണ് വിറ്റ വില എന്ന് എനിക്ക് അറിയില്ല, ഞാൻ X എന്നെടുത്തു. 10% ലാഭത്തിന് വിൽക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ഇവിടെ മക്കളെ, 10% ലാഭത്തിന് വിൽക്കുക എന്ന് പറഞ്ഞാൽ 110% വിറ്റു എന്നല്ലേടാ അർത്ഥം. 10% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാല് 110%-നാണ് വിറ്റത്. എത്ര രൂപ കിട്ടി? 900 കിട്ടി എന്നല്ല പറഞ്ഞത്, 900 കൂടുതൽ കിട്ടി എന്നാണ് പറഞ്ഞത്. 900 കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞാല് പഴയതും കിട്ടി പ്ലസ് 900 കൂടെ കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. 900 കിട്ടുമെന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ 900 എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ 900 രൂപ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞത് കൊണ്ട് പഴയതും കിട്ടും 900 കൂടെ കിട്ടും എഴുതി വെച്ചു. ഇനി 30% ലാഭം കിട്ടണമെങ്കിൽ എത്ര ശതമാനത്തിന് വിൽക്കണം? മനസ്സുകൊണ്ട് ആലോചിച്ച് പറയാം. 30% ലാഭം കിട്ടണമെങ്കിൽ എത്ര ശതമാനത്തിന് ആ സാധനം വിൽക്കണം? 130%-ന് വിൽക്കണ്ടേടാ അല്ലേ? 30% ലാഭം കിട്ടണമെങ്കിൽ 130%-ന് വിൽക്കണം. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് 130%. ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. കണ്ടുപിടിക്കേണ്ടത് 130%. എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. എങ്ങനെ 130% കണ്ടുപിടിക്കും? സാധാരണ ഈ രണ്ട് സാധനങ്ങൾ കിട്ടിയാൽ 2 ഇക്വേഷൻ കിട്ടിയെന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ഇങ്ങനെ 2 സാധനങ്ങൾ കിട്ടുമ്പോൾ ആദ്യം കൂട്ടി നോക്കും അല്ലേ? ഇവിടെ കൂട്ടി നോക്കിയിട്ട് പ്രയോജനമൊന്നുമില്ല മക്കളെ. കൂട്ടി നോക്കിയിട്ട് പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് നോക്കണം. അങ്ങനെ ചെയ്യേണ്ടത്. കുറയ്ക്കുമ്പോൾ വലുതീന്ന് ചെറുത് കുറയ്ക്കണം ഇല്ലേടാ? കുറയ്ക്കുമ്പോൾ വലുതീന്ന് ചെറുത് കുറയ്ക്കണം. വലുതാരാ? രണ്ടാമത്തെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ വലുതീന്ന് ചെറുത് കുറയ്ക്കണം. വലുതീന്ന് ചെറുത് കുറച്ച് 110%-ന് 80% കുറച്ചാൽ എത്ര? 30 അല്ലേ?
110% നിന്ന് 80% കുറച്ചാലേ 30% എന്ന് വരും. വലതുവശം എക്സ് പ്ലസ് 900 മൈനസ് എക്സ്. എക്സ് പ്ലസ് 900 നിന്ന് എക്സ് കുറച്ചാൽ എക്സ് പ്ലസ് 900 മൈനസ് എക്സ്, പ്ലസ് എക്സ് മൈനസ് എക്സും വെട്ടിപ്പോയി, എന്തോ വരും? 900 എന്ന് വരും. അങ്ങനെ 30% 900 ആണെന്ന് മനസ്സിലായി. കണ്ടുപിടിക്കേണ്ടത് 130% അല്ലേടാ. കണ്ടുപിടിക്കേണ്ടത് 130%. കണ്ടുപിടിക്കേണ്ടത് 130%. അപ്പൊ 130% കണ്ടുപിടിക്കേണ്ടത്. 130% കണ്ടുപിടിക്കണം. 30% 900 ആണെങ്കിൽ 130% എത്ര? 30% 900 ആണെങ്കിൽ 130% എത്ര? ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്യാനുള്ള എളുപ്പ വഴി, 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. ഇവിടെ 2 എണ്ണം ഉള്ളത് 130ഉം 900 അല്ലേ? അപ്പൊ 2 എണ്ണം ഉള്ളത് 130ഉം 900 ആണ്. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 1 എണ്ണം ഉള്ളത് 30, 1 എണ്ണം ഉള്ളത് 30, 1 എണ്ണം ഉള്ളത് 30. 30ന്റെ ഈ 0 13ന്റെ 130ന്റെ ആ 0 കൂടെ കട്ട് ചെയ്ത് കളഞ്ഞു. എടാ 3ന്റെ മൂന്നാമത്തെ ഗുണിതമല്ലേ 9? അല്ലേടാ? 3ന്റെ മൂന്നാമത്തെ ഗുണിതമല്ലേ 9? 2 0 വരും. അപ്പൊ അവിടെ എന്തോ ആയി? 13 × 300 എന്ന് വരും. 13നെ 300 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 13നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 2 0 ഇട്ട് കൊടുത്താൽ പോരെ? 13നെ 3 കൊണ്ട് ഗുണിച്ചാൽ 39. ആ 39ന്റെ കൂടെ 2 0 കൂടെ ചേർത്ത് എഴുതിയാൽ 3900 എന്ന് വരും. 3900 ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. ഇനി അതല്ല, വാങ്ങിയ വില എത്ര എന്നായിരുന്നു ചോദിച്ചിരുന്നതെങ്കിൽ 100% കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഇവിടെ 30% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് 130% കണ്ടുപിടിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. ഉത്തരം 3900 എന്ന് വരും അതിന്റെ റൈറ്റ് ആൻസർ. ഇതാ പിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് CSEB പരീക്ഷകളിലെ സ്ഥിരമായിട്ട് കാണുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യനാണ്. എപ്പോഴും കാണാറുണ്ട്. ഇഫ് എ പേഴ്സൺ ബൈസ് 11 മാംഗോസ് ഫോർ ₹10, ഒരാള് 11 മാങ്ങ 10 രൂപയ്ക്ക് വാങ്ങി, ആൻഡ് സെൽസ് 10 ഫോർ ₹11, എന്നിട്ട് 10 എണ്ണം 11 രൂപയ്ക്ക് വിറ്റു. മക്കളെ, ലാഭമാണോ അതോ നഷ്ടമാണോ? ലാഭമാണെങ്കിൽ ലാഭശതമാനം എത്ര, നഷ്ടമാണെങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാണ് ചോദ്യം. ഒന്നും കൂടെ, 11 മാങ്ങ 10 രൂപയ്ക്ക് വാങ്ങിച്ചു, 10 എണ്ണം 11 രൂപയ്ക്ക് വിറ്റു. ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണെങ്കിൽ ലാഭശതമാനം എത്ര, നഷ്ടമാണെങ്കിൽ നഷ്ടശതമാനം എത്ര? അതായത് നിങ്ങൾക്ക് ഇവിടെ എണ്ണവും തന്നിട്ടുണ്ട്, വിലയും തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട്? എണ്ണമുണ്ട്, വിലയുണ്ട്. 10 എണ്ണം 50 എണ്ണം, 7 എണ്ണം 10 രൂപയ്ക്ക് വാങ്ങി, 3 എണ്ണം 5 രൂപയ്ക്ക് വിറ്റു. അങ്ങനെ എണ്ണവും വിലയും തരുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇത്ര എണ്ണ ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഇത്ര എണ്ണ ഇത്ര രൂപയ്ക്ക് വിറ്റു എന്ന് പറയുന്ന ചോദ്യങ്ങൾ, അതായത് എണ്ണവും വിലയും തരുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, ആദ്യം എണ്ണം എഴുതണം, രണ്ടാമത് വില എഴുതണം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ഇതെങ്ങനെ എക്സാം ആളി ഓർത്തിരിക്കും? എടാ, എണ്ണത്തിന്റെ ഇംഗ്ലീഷ് എന്തുവാ? എണ്ണം നമ്പർ അല്ലേ? എണ്ണത്തിന്റെ ഇംഗ്ലീഷ് നമ്പർ, വില പ്രൈസ്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആൽഫബറ്റ് അനുസരിച്ച് MNOP, എന്ന് കഴിഞ്ഞിട്ടല്ലേ പി. എടാ, എന്ന് കഴിഞ്ഞിട്ടല്ലേ പി. അതുകൊണ്ട് നിങ്ങൾ ആദ്യം എണ്ണം എഴുതണം, രണ്ടാമത് വില എഴുതണം. അങ്ങനെ ഓർത്തിരിക്കണം. ആദ്യം എണ്ണം എഴുതണം, രണ്ടാമത് വില എഴുതണം. ഇനി നിങ്ങൾ പറയും, എണ്ണം എത്ര? എണ്ണം 11 എണ്ണം. വില എത്ര? 11 എണ്ണം 10 രൂപയ്ക്ക് വാങ്ങി. അടുത്തത് 10 എണ്ണം 11 രൂപയ്ക്ക് വിറ്റു. 10 എണ്ണം 11 രൂപയ്ക്ക് വിറ്റു. ഇത്രയും എഴുതുന്നത് എല്ലാവർക്കും എഴുതിക്കൂടെ? ആദ്യം എണ്ണം, രണ്ടാമത് വില, എല്ലാവർക്കും എഴുതിക്കൂടെ? 11 എണ്ണം 10 രൂപയ്ക്ക് വാങ്ങി, 10 എണ്ണം 11 രൂപയ്ക്ക് വിറ്റു. ഇത് എഴുതാൻ ആർക്കായാലും പറ്റൂലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ?
ക്രോസ് ആയിട്ട് ഗുണിക്കണം. എന്തോ ചെയ്യേണ്ടത്? ക്രോസ് ആയിട്ട് ഗുണിക്കുക. നോക്കിക്കോ, 11 11 കൂടെ ഗുണിച്ച എത്രടാ? 121. താഴോട്ട് ഗുണിച്ച് താഴെ എഴുതണേ. താഴോട്ട് ഗുണിക്കുക, താഴെ എഴുതുക. 11 11 കൂടെ ഗുണിച്ചാൽ 121. 10 10 കൂടെ ഗുണിച്ചാൽ 100. 10 10 കൂടെ ഗുണിച്ചാൽ എത്ര? 100. 10 10 കൂടെ ഗുണിച്ചാൽ 100. ഇങ്ങനെ നിങ്ങൾ ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സംഖ്യ ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ വാങ്ങിയ വിലയായിട്ട് അങ്ങ് പരിഗണിച്ചോണം. അതങ്ങനെ തന്നെ, അതങ്ങനെ അങ്ങ് കാണാൻ പഠിച്ചു വെക്കുക. അപ്പൊ ഒന്നും കൂടെ, എണ്ണം വില ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്നവനെ വാങ്ങി വിലയായിട്ട് പരിഗണിക്കുക, കോസ്റ്റ് പ്രൈസ് ആയിട്ട് പരിഗണിക്കണം. രണ്ടാമത് കിട്ടുന്നവനെ വിറ്റ വില, സെല്ലിംഗ് പ്രൈസ് ആയിട്ട് പരിഗണിക്കണം. ആദ്യം കിട്ടുന്നവനെ വാങ്ങി വിലയായിട്ട് പരിഗണിക്കുക, രണ്ടാമത് കിട്ടുന്നവനെ വിറ്റ വിലയായിട്ട് പരിഗണിക്കുക. ഇനി നിങ്ങൾ ആലോചിക്കുക, 100 രൂപയ്ക്ക് വാങ്ങിച്ചു, 121 രൂപയ്ക്ക് വിറ്റു. 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 121 രൂപയ്ക്ക് വിറ്റാൽ മക്കളെ ലാഭമാണോ നഷ്ടമാണോ? പറ. 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 121 രൂപയ്ക്ക് വിറ്റാൽ ലാഭമാണോ നഷ്ടമാണോ? ലാഭമല്ലേ? ലാഭമാണ്. അപ്പൊ നഷ്ടം വരുന്ന എല്ലാം വെട്ടിക്കോ, നഷ്ടം വരുന്ന എല്ലാം വെട്ടിക്കോ. ലാഭമാണ്. 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 121 രൂപയ്ക്ക് വിറ്റാൽ ലാഭമല്ലേ? ആണ്. ഇനി ലാഭമായതുകൊണ്ട് ലാഭശതമാനമാണ് കാണേണ്ടത്. ലാഭശതമാനം കാണാൻ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. ലാഭശതമാനം കാണാൻ ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP. അല്ലെ? ഇക്വേഷൻ അങ്ങനല്ലേ പഠിച്ചു വെച്ചേക്കുന്നത്. ഇക്വേഷൻ പറയാം. ലാഭശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? ലാഭശതമാനം ഈസ് ഈക്വൽ ടു ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ CP, വാങ്ങിയ വില. ഇവിടെ ലാഭം എത്ര? 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 121 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര? 21 രൂപയല്ലേ? അപ്പോൾ ലാഭം 21, ലാഭത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP. CP എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില. വാങ്ങിയ വില 100. താഴെ കിടക്കുന്ന ഈ 100ഉം മേളിൽ കിടക്കുന്ന ആ 100ഉം കൂടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഉത്തരം 21% ലാഭം. ഓപ്ഷൻ ഡി ആയിരുന്നു ആൻസർ. 21% ലാഭം എന്നെഴുതി അവസാനിപ്പിക്കുക. എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായോ? എണ്ണവും വിലയും വരുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇത്തരത്തിലെ ചെയ്ത് അവസാനിപ്പിച്ചോണം. അടിപൊളിയല്ലേ? അങ്ങനെയാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ, എനിക്കൊരു ചോദ്യം നിങ്ങൾ ചെയ്ത് ഹോംവർക്കായിട്ട് ചെയ്തിട്ട് അതിന്റെ ആൻസർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരാള് 5 നാരങ്ങ 6 രൂപയ്ക്ക് വാങ്ങിച്ചു, 6 എണ്ണം 5 രൂപയ്ക്ക് വിറ്റു. ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണെങ്കിൽ ലാഭശതമാനം എത്ര എന്ന് പറയുക, നഷ്ടമാണെങ്കിൽ നഷ്ടശതമാനം എത്ര എന്ന് ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ അടിച്ചു വിട്. നമുക്ക് നോക്കാം ആരൊക്കെ ശരിയാക്കുന്നത്. പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത പിടിച്ചോ. സ്ഥിരം ചോദ്യം. A salary is 25% more than B salary. Then B salary is by what percentage less than A salary? അതായത് മലയാളത്തിൽ പറഞ്ഞാൽ എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തിനേക്കാൾ 25% കൂടുതലാണ്. മോർ ദാൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തിനേക്കാൾ 25% കൂടുതലാണെങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തിനേക്കാൾ എത്ര ശതമാനം കുറവാണ്? സ്ഥിരം ചോദ്യമല്ലേ? ഒന്നും കൂടെ. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തിനേക്കാൾ 25% കൂടുതലാണെങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തിനേക്കാൾ എത്ര ശതമാനം കുറവാണ്? ഇതാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ക്വസ്റ്റ്യനകത്ത് ആകെ ഒരു ശതമാന സംഖ്യ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എയുടെ വരുമാനം ബിയുടെ വരുമാനത്തിനേക്കാൾ 20% കുറവാണ്, എത്ര കൂടുതലാണെന്ന് ചോദിക്കും. അപ്പോൾ തുടക്കത്തിൽ മോർ ദാൻ ആണെങ്കിൽ അവസാനം എന്തായിരിക്കും? അവസാനം എന്തായിരിക്കും? ലെസ് ദാൻ. തുടക്കത്തിൽ ലെസ് ദാൻ ആണെങ്കിൽ അവസാനം എന്തായിരിക്കും? മോർ ദാൻ. ഇങ്ങനെ വരുന്ന ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇക്വേഷൻ ദാ പിടിച്ചു. 100R by 100 പ്ലസ് 6 അല്ലെങ്കിൽ 100R by 100 മൈനസ് 6 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി.
ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ, അതായത് എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തിനേക്കാൾ ഇത്ര ശതമാനം കൂടുതലാണ്, അല്ലെങ്കിൽ വരുമാനം ഇത്ര ശതമാനം കൂടുതലാണെന്നൊക്കെ പറയും. തുടക്കത്തിൽ മോർ ദാൻ, അവസാനം ലെസ് ദാൻ, അല്ലെങ്കിൽ തുടക്കത്തിൽ ലെസ് ദാൻ ആണെങ്കിൽ അവസാനം മോർ ദാൻ. അങ്ങനെ വന്നാലേ ഇക്വേഷൻ 100R/100 പ്ലസ് ആർ, അല്ലെങ്കിൽ 100R/100 മൈനസ് ആർ. ഇനി ഏത് ഉപയോഗിക്കുന്നല്ലേ സംശയം. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക്, ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക്, ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതലാണ് അല്ലെങ്കിൽ അധികമാണെന്ന് കണ്ട പ്ലസ് ഉള്ള ഇക്വേഷൻ. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതലാണ് അല്ലെങ്കിൽ അധികമാണെന്ന് കണ്ടാൽ പ്ലസ് ഉള്ള ഇക്വേഷൻ. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കുറവാണെന്ന് കണ്ടാൽ മൈനസ് ഉള്ള ഇക്വേഷൻ. അപ്പൊ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് നോക്കുക. കൂടുതലാണ് അല്ലെങ്കിൽ അധികമാണെന്ന് കണ്ടാൽ, കൂടുതലാണ് അല്ലെങ്കിൽ അധികമാണ് അങ്ങനെ കണ്ടാൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? പ്ലസ് ഉള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കുറവാണെന്ന് കണ്ടാൽ മൈനസ് ഉള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതൽ ആണെന്നല്ലേ, മോർ ദാൻ കൂടുതലാണെന്നല്ലേ, അപ്പോൾ പ്ലസ് ഉള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. അതായത് 100R/100 പ്ലസ് ആർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാൻ മതി. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കൂടുതലാണ് അല്ലെങ്കിൽ അധികമാണെന്ന് കണ്ട പ്ലസ് ഉള്ള ഇക്വേഷൻ, കുറവാണെന്ന് കണ്ട മൈനസ് ഉള്ള ഇക്വേഷൻ. അവസാനം നോക്കണ്ട, അവസാനം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അത് നോക്കണ്ട. ശതമാന സംഖ്യയുടെ കൂടെ നിൽക്കുന്ന വാക്ക് കുറവാണെന്ന് കണ്ട മൈനസ് ഉള്ള ഇക്വേഷൻ, കൂടുതലാണെന്ന് കണ്ട പ്ലസ് ഉള്ള ഇക്വേഷൻ. ഇവിടെ കൂടുതലാണെന്ന് കണ്ടു, പ്ലസ് ഉള്ള ഇക്വേഷൻ. ആറെന്ന് പറഞ്ഞ ശതമാന സംഖ്യ, ആറെന്ന് പറഞ്ഞ ശതമാന സംഖ്യ, ഇവിടെ 25 ആണ് ആറ്. 100 ഇൻറ്റു 6ന്റെ വില 25 ഡിവൈഡഡ് ബൈ 100ഉം 25ഉം കൂടെ കൂട്ടിയാൽ, എടാ 100ഉം 25ഉം കൂടെ കൂട്ടിയാൽ 125 എന്ന് വരും. മക്കളെ 25ന്റെ അഞ്ചാമത്തെ ഗുണിതമാണ് 125, ആണോ? 25ന്റെ അഞ്ചാമത്തെ ഗുണിതമാണ് 125. 25ന്റെ അഞ്ചാമത്തെ ഗുണിതമാണ് 125. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 20% എന്ന് വരും ആൻസർ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്, ഇത്രേ ഉള്ളൂ പരിപാടി. അങ്ങനെയാണെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ നേരെ തിരിച്ചായിരുന്നെങ്കിൽ എങ്ങനെ വരും എന്നുള്ള കാര്യം നിങ്ങൾ ആൻസർ കമന്റ് ആയിട്ട് ഇടണം. എങ്ങനെയെന്നറിയോ? അതായത് എ സാലറി ഈസ് 25% ലെസ് ദാൻ ബി സാലറി, ദെൻ ബി സാലറി ഈസ് ബൈ വാട്ട് പെർസെന്റേജ് മോർ ദാൻ എ സാലറി എന്നുള്ള ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾ ചെയ്ത് കമന്റ് ആയിട്ട് ഇടുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവും, കൃത്യത ഉണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കും സന്തോഷവും. അത്രേ ഉള്ളൂ പരിപാടി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്ടേ, ക്ലോക്കിനകത്തുനിന്ന് സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യം. മക്കളെ, ബൈ ഹൗ മെനി ഡിഗ്രീസ് ഡസ് ദ മിനിറ്റ് ഹാൻഡ് ടേൺ ഫ്രം 7:25 ടു 7:40? 7:25 മുതൽ 7:40 വരെ ക്ലോക്കിലെ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും എന്നാണ് ചോദ്യം. 7:25 മുതൽ 7:40 വരെ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? സ്വാഭാവികമായിട്ടും ക്ലോക്ക് അങ്ങോട്ട് വരയ്ക്കണം. 12 മേളിൽ വെക്കുക, നേരെ ഓപ്പോസിറ്റ് 6, 3, 9, 1, 2, 4, 5, 7, 8, 10, 11, 7:20. നമുക്കിവിടെ മിനിറ്റ് സൂചി മാത്രം പരിഗണിച്ചാൽ മതി, വേറെ ഒന്നും പരിഗണിക്കണ്ട. മിനിറ്റ് സൂചി മാത്രം നിങ്ങൾ പരിഗണിച്ചാൽ മതി. 7:25 മിനിറ്റ് സൂചി എവിടെ ആയിരിക്കും? നിങ്ങൾ മനസ്സുകൊണ്ട് ആലോചിച്ച് നോക്കിക്കേ. 7:25 മിനിറ്റ് സൂചി എവിടെയായിരിക്കും? 5-ലല്ലേടാ മിനിറ്റ് സൂചി. എവിടാ? 5-ലല്ലേ? ആലോചിക്ക്, ഡൗട്ട് ഉണ്ടോ? എടാ 7:25 മിനിറ്റ് സൂചി എവിടാ? 5-ല്. 5-ലാണ്. 7:40 എവിടാ? 7:40 എവിടാ? 8-ല്. 7:40 8-ലല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 5-ൽ നിന്ന് 8-ലേക്ക് എത്താൻ എത്ര ഡിഗ്രി തിരിയണം എന്നാണ് ക്വസ്റ്റ്യൻ. 5-ൽ നിന്ന് 8-ലേക്ക് എത്താൻ എത്ര ഡിഗ്രി തിരിയണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
നമുക്കറിയാം എന്തോന്നറിയാം, ഒരു ക്ലോക്കില് അടുത്തടുത്ത രണ്ട് സംഖ്യകൾക്കിടയിലെ കോണളവ് 30 ഡിഗ്രി അല്ലേ? അറിയില്ലായിരുന്നോ? അറിയില്ലെങ്കിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ പടവലങ്ങ നീളത്തിൽ അങ്ങോട്ട് എഴുതി വെക്ക്. എന്തോന്ന് എഴുത്? ഒരു ക്ലോക്കില് അടുത്തടുത്ത രണ്ട് സംഖ്യകൾക്കിടയിലെ കോണളവ് 30 ഡിഗ്രി ആയിരിക്കും. എഴുതി വെക്ക്. ഒരു ക്ലോക്കില് അടുത്തടുത്ത രണ്ട് സംഖ്യകൾക്കിടയിലെ കോണളവ് 30 ഡിഗ്രി ആണ്. അങ്ങനാണെങ്കിൽ 5 ന്ന് 6ലേക്ക് എത്താൻ 30, 6 ന്ന് 7ലേക്ക് എത്താൻ 30, 7 ന്ന് 8ലേക്ക് എത്താൻ വീണ്ടും ഒരു 30. എടാ മക്കളെ, 30 30 കൂടെ കൂട്ടിയാൽ 60, 60 30 കൂടെ കൂട്ടിയാൽ 90. ഉത്തരം 90. പരിപാടി കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലായിരുന്നോ? ഒന്നും കൂടെ. ഒരു ക്ലോക്കിലെ അടുത്തടുത്ത രണ്ട് സംഖ്യകൾക്കിടയിലെ കോണളവ് 30 ഡിഗ്രി ആയിരിക്കും. 5 ന്ന് 6ലേക്ക് എത്താൻ 30, 6 ന്ന് 7ലേക്ക് എത്താൻ 30, 7 ന്ന് 8ലേക്ക് എത്താൻ 30, 3 30 ആവുമ്പോ 30 30 60 30 90. പരിപാടി കഴിഞ്ഞു. അങ്ങനാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. സെയിം ക്വസ്റ്റ്യൻ. എന്റെ ചോദ്യം 5:10 മുതൽ 5:35 വരെ ക്ലോക്കിലെ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ, മറന്നുപോലെ. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്താണ്? സോ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, ഇത്തരത്തിലെ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ അവസാന ഘട്ടത്തിലെങ്കിലും നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി ഈ പരീക്ഷ ഈ ചുരുങ്ങിയ ദിവസങ്ങളെങ്കിലും നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ കിട്ടിയാൽ എങ്ങനെയുണ്ടാവും? അത്തരത്തില് ഈ അവസാന ഘട്ടങ്ങൾ കളർഫുൾ ആക്കുവാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ഇത്ര ചോദ്യങ്ങൾ ഞാൻ അവസാന ഘട്ടം പഠിച്ചതിനകത്ത് നിന്നുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. CSEB-യുടെ ബൂസ്റ്റർ ബാച്ചാണ്. 10 ദിവസം 20 മണിക്കൂർ, ഓരോ ദിവസം 2 മണിക്കൂർ ലൈവ് ക്ലാസ് ആയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, പരന്ന പഠനമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഇതുപോലെ തന്നെ നമ്മളിപ്പം മാത്സിന്റെ ചോദ്യങ്ങൾ ചെയ്തു പോയില്ലേ, അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ അധികം ചോദ്യങ്ങൾ 10 ദിവസം കൊണ്ട് ഓരോ ദിവസം 2 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളിലൂടെ കൃത്യമായ നോട്ടും തന്ന ഒരു മെന്റർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പരമാവധി മോഡൽ എക്സാമുകളൊക്കെ എഴുതി നിങ്ങളെ നല്ല രീതിയിൽ എക്സാം ഹാളിലേക്ക് പറഞ്ഞു വിടുവാൻ അവസാന ലാപ്പിലെ 10 ദിവസം 20 മണിക്കൂർ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുത്താവുന്നതാണ്. അവസാന ഘട്ടത്തിലെ നിങ്ങൾക്ക് പരീക്ഷ പേടി കൂടാതെ എക്സാം ഹാളിൽ പോയിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് എക്സ്പ്രസ് ചെയ്യുവാന് ഇത്തരം ബാച്ചുകൾ നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യം തീർത്തും വസ്തുതയാണ്. ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഒന്നുമില്ല, ഈ അവസാന 10 ദിവസം നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് എക്സാം ഹാളിലേക്ക് കടന്നു പോകുവാൻ ഇത് സാധ്യമാണ്. മറ്റൊരു ക്ലോക്കിന്റെ ക്വസ്റ്റ്യനുമായിട്ടാണ് വീണ്ടും ഞാൻ വന്നിരിക്കുന്നത്. പിടിച്ചോ. ഒന്നാമത്തെ ചോദ്യം, ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ടുഗദർ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? എടാ, ടുഗദർ എന്ന് പറഞ്ഞാൽ കോയിൻസൈഡ്. ഇങ്ങനെ പറയണം, ഇങ്ങനെ മേലെ മേലെ കണ്ടോ, എന്റെ കയ്യിലോട്ട് നോക്കിക്കേ. ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര തവണ ഒരുമിക്കും ഒരു ദിവസം? ഒരുമിക്കുക, കോയിൻസൈഡ് ചെയ്യുക, ടുഗദർ, അല്ലെങ്കിൽ 0 ഡിഗ്രി വരിക. രണ്ടാമത്തെ ചോദ്യം ദാണ്ടേ, റൈറ്റ് ആംഗിൾ. ബാക്കിയൊന്നും ഞാൻ വായിക്കുന്നില്ല. റൈറ്റ് ആംഗിൾ എന്തുവാ? ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരു ദിവസം എത്ര പ്രാവശ്യം മട്ടകോൺ സൃഷ്ടിക്കും? കൊള്ളാല്ലേ, സ്ഥിരം ചോദ്യമാ. ഒരു ദിവസത്തെ കണക്കാ എപ്പോഴും വരുന്നത്. ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും? ഒരു ദിവസം എത്ര തവണ സ്ട്രെയിറ്റ് ലൈനിൽ വരും? കോഡ് പിടിച്ചോ. 22 44 22 44. 2 വട്ടം പറഞ്ഞേ. 22 44 22 44 22 44 22 44 22 44 22 44. അതായത് ടുഗദർ
ഒരു ദിവസം എത്ര പ്രാവശ്യം ഒരുമിക്കും? ഉത്തരം 22. ഒരു ദിവസം എത്ര പ്രാവശ്യം റൈറ്റ് ആംഗിൾ വരും? 44. ഒരു ദിവസത്തെ കണക്കാണ്. 2 ദിവസം ചോദിച്ചാൽ നിങ്ങൾ 2 കൊണ്ട് ഗുണിച്ചോണം. അന്നേരം എക്സാമ്പിളിൽ അത് ചെയ്താൽ മതി. എത്ര തവണ ഓപ്പോസിറ്റ് ഡയറക്ഷൻ? ഉത്തരം 22. എത്ര തവണ സ്ട്രൈറ്റ് ലൈൻ? 44. വൃത്തിയായിട്ട് ഓർത്തു വെച്ചോണം. 22 44 22 44. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. 22 44 22 44 22 44 22 44. ഒരിക്കലും കോഡ് മറന്നു പോരുത്. അടുത്ത ക്വസ്റ്റ്യൻ ദാ പിടിച്ചു. അടുത്തത് കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. 1991 മാർച്ച് 13 വെനസ്ഡേ ആണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ 2029 മാർച്ച് 13 ഏത് ദിവസം? എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യനാ. മാർച്ച് 13 കൊള്ളാം അല്ലേ? എപ്പോഴും അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതായത് മാസവും ഡേറ്റും സെയിം ആയിരിക്കും, വർഷം മാത്രം മാറും. എന്താണ്? മാസവും ഡേറ്റും സെയിം ആയിരിക്കും, വർഷം മാത്രമേ മാറത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ മെനക്കേടാണ്, നല്ല പണിയാണ്, പക്ഷെ ഞാൻ എളുപ്പവഴി പറഞ്ഞു തരാം. നിങ്ങൾ അതുപോലെ ചെയ്തോണം. കണ്ടോ, മാർച്ച് 13 മാസവും ഡേറ്റും പക്ക സെയിം ആയിരിക്കും, വർഷം മാത്രമേ മാറത്തുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഗ്യാപ്പ് നോക്കണം. ഗ്യാപ്പ് എത്ര? 1991 മുതൽ 2029 വരെയുള്ള ഗ്യാപ്പ് സിമ്പിൾ ആണ്, കുറച്ച് നോക്കിയാൽ മതി. ഗ്യാപ്പ് എടുക്കാൻ പറഞ്ഞാൽ കുറയ്ക്കുക. 2029 1991 കുറച്ച എത്ര? പറയാ. 9 1 കുറച്ച 8, പിന്നെ അവിടെ 3 9 12 അല്ലേ? 3 9 12 ആയി. ഇവിടെ നിന്നോട്ട് കടമെടുത്തപ്പോഴാണ് 9 9 കുറച്ച് 0 പോയി, തീർന്നു, ടാറ്റ. 38 വർഷം വരും മൊത്തത്തില്. 38 വർഷമാണ് മൊത്തത്തിൽ അവിടെ ഉള്ളത്. അതായത് എത്ര വർഷമാണോ ഗ്യാപ്പ് അത് അങ്ങോട്ട് എഴുതണം. 38. എല്ലാവർക്കും എഴുതിക്കൂടെടാ? ആർക്കും എഴുതാൻ പറ്റാത്തത്? എല്ലാവർക്കും എഴുതിക്കൂടെ? ഒന്നുമില്ല. 2029 1991 കുറച്ച 38 വർഷം, ഗ്യാപ്പ് 38. ഇനി അതിനിടയില് എത്ര ലീപ്പ് ഇയർ വന്നിട്ടുണ്ടെന്ന് നോക്കണം. അതിനിടയിൽ എത്ര ലീപ്പ് ഇയർ വന്നിട്ടുണ്ടെന്ന് നോക്കണം. ലീപ്പ് ഇയർ നോക്കാൻ എളുപ്പമല്ലേ? 91 കഴിഞ്ഞാൽ 92 ലീപ്പ് ഇയർ അല്ലേടാ? കാരണം 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നതൊക്കെ ലീപ്പ് ഇയർ അല്ലേ? അപ്പൊ 92 ലീപ്പ് ഇയർ ആണ്, 96 ലീപ്പ് ഇയർ ആണ്. 4 വെച്ച് കൂട്ടി അങ്ങ് പോയാൽ മതി. 92, 96, 2000, 2004, 2008, 2012, 2016, 2020, 2024, 2028 10 ലീപ്പ് ഇയർ. എത്ര ലീപ്പ് ഇയർ ഉണ്ടോ അതും കൂടെ കൂട്ടുക. കൂട്ടിയോ? ഇത്രേ ഉള്ളൂ പരിപാടി. കൂട്ടിയോ? പറഞ്ഞ മനസ്സിലായോ? ഗ്യാപ്പ് എടുത്തു, ലീപ്പ് ഇയേഴ്സിന്റെ എണ്ണം 92 ആണ് തുടക്കം. 92 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും ലീപ്പ് ഇയർ. 92, 96, 2000, 2004, 2008 അപ്പൊ 5 എണ്ണമായി. 12, 16, 20, 24, 28 കറക്റ്റ് 10 എണ്ണം വരും. ഇത് രണ്ടുകൂടെ കൂട്ടിക്കോ. 38ഉം 10ഉം കൂടെ കൂട്ടി എത്ര? 48. ഈ സാധനത്തിനെ 7 കൊണ്ട് ഹരിക്കണം, ശിഷ്ടം എടുക്കണം. അതങ്ങനെയാ. എന്തുകൊണ്ടാ സാറേ 7 കൊണ്ട് ഹരിച്ചത്? നിങ്ങൾ അതറിയേണ്ട ആവശ്യമില്ല. ആ കിട്ടിയ സാധനത്തിനെ 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എടുക്കുക. 48നെ 7 കൊണ്ട് ഹരിച്ച എത്ര? പറയാ. 48നെ 7 കൊണ്ട് ഹരിച്ചാൽ 7 7 49 ഇല്ല. 6 7 42. ശിഷ്ടം എത്ര? 6 അല്ലേ? ശിഷ്ടമാണ് പിടിക്കേണ്ടത് കേട്ടോ. ശിഷ്ടമേ പിടിക്കാവുള്ളൂ. 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എടുക്കുക. 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എടുക്കുക. ശിഷ്ടം എത്ര കിട്ടിയത്? 6. ശിഷ്ടം എത്ര? 6. ഇത് ഈ സാധനം തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടണം. കിട്ടിയ ശിഷ്ടം തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടണം. തന്നിരിക്കുന്ന ദിവസം ബുധനാഴ്ച, ബുധന്റെ കൂടെ 6 കൂട്ട്. ബുധന്റെ കൂടെ 6 കൂട്ടിക്കോ. എന്റെ കയ്യിലോട്ട് നോക്കിക്കേ. ബുധന്റെ കൂടെ 6 കൂട്ടിക്കോ. ബുധന്റെ കൂടെ 6 കൂട്ടുക. വ്യാഴം, വെള്ളി, ശനി,
ഞായർ, തിങ്കൾ, ചൊവ്വ. ആൻസർ ചൊവ്വ. ഉത്തരം ചൊവ്വ. ചൊവ്വ എന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ. ആൻസർ ട്യൂസ്ഡേ. ഒന്നും കൂടെ ഗ്യാപ്പ് എടുക്കുക, ലീപ് ഇയേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുക, അതിനോട് കൂട്ടുക, 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എടുക്കുക, അത് തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ കൂട്ടിയാൽ ഇത്തരം ചോദ്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയായി കഴിയും. അടുത്തത് ബ്ലഡ് റിലേഷനാണ്. എല്ലാവർക്കും അറിയാമല്ലോ. സഹോദരങ്ങളെ ഒരു വരിയിൽ എഴുതണം. ആണാണെങ്കിൽ പ്ലസ് ചിഹ്നം, പെണ്ണാണെങ്കിൽ മൈനസ് ചിഹ്നം. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഒരു വരിയിൽ ഡബിൾ സൈഡഡ് ആരോ. അത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് വീഡിയോ. അത് നിങ്ങൾ വൃത്തിയായിട്ട് കണ്ടു പഠിച്ചോണം. ബ്ലഡ് റിലേഷൻ അറിയാത്ത ആളുകൾ ഈ ചാനലിലെ താഴോട്ട് വരുമ്പോൾ എൻ്റെ ഒരു ബ്ലഡ് റിലേഷന്റെ ഒരു ക്ലാസ് കിടപ്പുണ്ട്. അത് കണ്ടു പഠിച്ചാൽ ഉറപ്പിക്കാം ബ്ലഡ് റിലേഷൻ ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. ബ്ലഡ് റിലേഷൻ ഉറപ്പായിട്ടും ഉണ്ട് കേട്ടോ. എക്സ് ആൻഡ് വൈ ആർ ബ്രദേഴ്സ്. എക്സും വൈയും സഹോദരങ്ങളാണ്. ഇതാണ്ടേ, എക്സും വൈയും സഹോദരങ്ങളാണ്. രണ്ടുപേരും ആണുങ്ങളായതുകൊണ്ട് പ്ലസ് ചിഹ്നം കൊടുത്തു. ആർ ഈസ് ദ ഫാദർ ഓഫ് വൈ. ആർ എന്ന് പറയുന്നത് വൈയുടെ ഫാദർ ആണ്. വൈയുടെ ഫാദർ ആണ്. അപ്പൊ മേളിപ്പോട്ടെ. ആറ് ഫാദർ ആയതുകൊണ്ട് പ്ലസ് ചിഹ്നം കൊടുത്തു. കറക്റ്റ് അല്ലേ? ആർ ഈസ് ദ ഫാദർ ഓഫ് വൈ. എസ് ഈസ് ദ ബ്രദർ ഓഫ് ടി. എസ് എന്ന് പറയുന്നത് ഈസ് ദ ബ്രദർ ഓഫ് ടി. ടി ആരാന്നറിയില്ല. ടിയുടെ ബ്രദർ ആണ് എസ്, അറിയില്ല. ആൻഡ് മെറ്റേണൽ അങ്കിൾ ഓഫ് എക്സ്. എക്സിന്റെ മെറ്റേണൽ അങ്കിൾ ആണ് എസ്. ആ എസ് എന്ന് പറയുന്ന വ്യക്തി ടിയുടെ ബ്രദർ ആണ്. ഓക്കെ, എസ് എന്ന് പറയുന്നവൻ തന്നെ എക്സിന്റെ അമ്മയുടെ ആങ്ങളെയാ. മെറ്റേണൽ അങ്കിൾ എന്ന് പറഞ്ഞാല് അമ്മയുടെ ആങ്ങള, അമ്മാവൻ, അമ്മ വഴിയുള്ള ആങ്ങള, മെറ്റേണൽ അങ്കിൾ. എക്സിന്റെ അച്ഛനാണ് ആറ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ട്. അതാരാന്ന് എനിക്ക് അറിയില്ല. വേണമെങ്കിൽ ഒരു വര ഇട്ട് ഇവിടെ ഒരു സ്പേസ് ഇടാം. അപ്പോ എക്സിന്റെ അമ്മയാണ്. അമ്മയുടെ സഹോദരനാണ് ആര്? എസ്. അപ്പോ എസ് എന്ന് പറയുന്ന ആള് എക്സിന്റെ അമ്മയുടെ സഹോദരനാണ്. പ്ലസ് ചിഹ്നം കൊടുത്തു. അപ്പോ ഇവിടെ പിന്നെ ഒരാള് ടി അല്ലേ ഉള്ളൂ. എസ് ഈസ് ദ ബ്രദർ ഓഫ് ടി. അപ്പൊ സ്വാഭാവികമായിട്ട് ടി ഇവിടെ അല്ലേ വരത്തുള്ളൂ. ടിയുടെ ബ്രദർ ആണ് എസ്. ടി എന്ന് പറഞ്ഞാൽ അപ്പൊ അമ്മയാണെന്ന് ഉറപ്പിക്കാൻ. കാരണം വേറെ ആൾക്കാരെ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, തർക്കിക്കാനൊന്നുമില്ല. എസ് എന്ന് പറയുന്ന വ്യക്തി ടിയുടെ ബ്രദർ ആണെന്ന് പറയുന്നു. എസ് ഈസ് ദ ബ്രദർ ഓഫ് ടി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു വ്യക്തി വരുന്നു, ആ വ്യക്തിയുടെ ബ്രദർ ആണത്. അപ്പോൾ ഉറപ്പിക്കുക, ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഇത്തരത്തിൽ മാത്രമേ ഫിഗർ വരത്തുള്ളൂ. ചോദ്യം, വാട്ട് ഈസ് ടി? ടി ആരാണ്? ടു ആർ. ആറിന്റെ ആരാണ് ടി? ആറിന്റെ ആരാണ് ടി? വാട്ട് ഈസ് ടി? ടു ആർ. ആറിന്റെ ആരാണ് ടി? ആറിന്റെ വൈഫാണ് അല്ലേ? ആറിന്റെ വൈഫ്, ആറിന്റെ ഭാര്യയാണ് ടി. ടിയുടെ സഹോദരനാണ് എസ്. എക്സിന്റെ മെറ്റേണൽ അങ്കിൾ ആണ് എസ്. അതേപോലെ വൈയുടെ മെറ്റേണൽ അങ്കിൾ ആണ് എസ്. തിരിച്ച് എസിന്റെ പെങ്ങളാണ്, സിസ്റ്റർ ആണ് ടി. പെങ്ങൾക്ക് 2 ആമക്കളുണ്ട്. സാധാരണ നമ്മള് ആൺമക്കളെ മലയാളത്തിലെ ഈ പെങ്ങളുടെ മക്കളെ നമ്മൾ മലയാളത്തിലെ അവർ ആൺകുട്ടികളാണെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞ അനന്തരവൻ എന്നാ പറയുന്നത്. അനന്തരവൻ. പെൺകുട്ടിയാണെങ്കിൽ അനന്തരവൾ എന്ന് പറയും. ഇംഗ്ലീഷില് നെഫ്യൂ എന്ന് പറയും, നീസ് എന്ന് പറയും. പെൺകുട്ടിയാണെങ്കിൽ അനന്തരവളാണെങ്കിൽ നീസ് എന്ന് പറയും, അനന്തരവനാണെങ്കിൽ നെഫ്യൂ എന്ന് പറയും. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെ ചോദിച്ചത് വാട്ട് ഈസ് ടി? ടി ആരാണ്? ടു ആർ. ആറിന്റെ ആരാണ് ടി എന്ന് ചോദിച്ചത്. ആറിന്റെ ഭാര്യയാണ് ടി എന്ന് പറയാം. ചോദ്യം തിരിച്ചായിരുന്നെങ്കിൽ വാട്ട് ഈസ് ആർ ടു ടി എന്നായിരുന്നെങ്കിൽ, ടിയുടെ ആരായിരുന്നെങ്കിൽ ഭർത്താവ് എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് പോകേണ്ടി വന്നേനെ. പക്ഷെ പ്രശ്നമില്ല. അടുത്തത് നമ്മുടെ സർക്കുലാർ അറേഞ്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം, സ്ഥിരം ചോദ്യമാണ്. സർക്കുലാർ അറേഞ്ച്മെന്റ് എത്ര പേരുണ്ട്? ആദ്യം സർക്കിൾ വരയ്ക്കുക. എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 കസേര ഇട്ട് കൊടുക്കുക. 7 കസേര. അതാണ്ടേ 1, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്ത് കൊടുക്കാം. അതാണ്ടേ
2, 3, 4, 5, 6, 7 കസേര ഇട്ട് കൊടുക്കുക. വെറുതെ 7 ആണെങ്കിൽ 7, 8 ആണെങ്കിൽ 8. ആദ്യം അത് സെറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് സർക്കുലാർ അറേഞ്ച്മെന്റ് ആണെങ്കിൽ വലതെന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വലതെന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ്, ഇടതെന്ന് കേട്ടാൽ ക്ലോക്ക് വൈസ്. അങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ തെറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡയറക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സർക്കുലാർ അറേഞ്ച്മെന്റ്. അത് വൃത്തിയായിട്ട് ഓർത്ത് വെച്ചോ. നോക്കണേ. ഇനി നോക്ക്, R ഈസ് നോട്ട് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് D. ഡിയുടെ ലെഫ്റ്റ് സെക്കൻഡിൽ അല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. ആണ് എന്ന് പറയുന്നതെല്ലാം പിടിച്ചു വെച്ചോണം. അപ്പൊ അത് വിടുക. D ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് B. കാര്യമില്ല. അല്ല എന്ന് പറഞ്ഞത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റുകളോ, ഒരു പ്രയോജനവും ഇല്ല. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ട് പ്രയോജനമില്ല. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ പിടിക്കുക. അടുത്ത പിടി. A ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് F. എഫിന്റെ റൈറ്റ് തേർഡ് ആരെ വെക്കണം? A വെക്കണം. അപ്പൊ F എവിടെങ്കിലും വെക്കാം. നമുക്ക് എഫിന് ഇവിടെ വെക്കാം, എവിടെ വേണം വെച്ചു, നിങ്ങൾ ഇഷ്ടം. എവിടെ വെക്കാം. ഞാൻ എഫിന് ഇവിടെ വെക്കുവാണെ, വെറുതെ വെച്ചു. എഫ് അവിടെ വെച്ചു. നിങ്ങൾക്ക് വേണേ ഇവിടെ വെക്കാം. എഫിന്റെ റൈറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? റൈറ്റ് എന്ന് പറഞ്ഞ ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് മൂന്നാമത് A വെക്കണം. ആന്റി ക്ലോക്ക് വൈസ് കറങ്ങുന്ന ദിശ ഇതാണ് ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് മൂന്നാമത് A. 1, 2, 3. അവിടെ ആരെ വെക്കണം? A വെക്കണം. ഇപ്പം കറക്റ്റ് ആയി, കണ്ടോ? A വെച്ചു. ഇനി B ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് F. എഫിന്റെ ലെഫ്റ്റ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ്. എഫിന്റെ ലെഫ്റ്റ് സെക്കൻഡിലെ B വെക്കണം. എഫിന്റെ ലെഫ്റ്റ് സെക്കൻഡ് ക്ലോക്ക് വൈസ് സെക്കൻഡ് 1, 2. അവിടെ ആര് വെക്കണം? അവിടെ B വെക്കണം. ഇപ്പൊ കറക്റ്റ് ആയി, കണ്ടോ? B ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് F. സെറ്റ്. Q എന്ന് പറയുന്നത് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് B or F. അതായത് Q എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും ബിയുടെ അടുത്തോ എഫിന്റെ അടുത്തോ വരയ്ക്കാൻ പാടില്ല. ഇമ്മീഡിയറ്റ് നൈബർ അല്ല എന്നാ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോണേ, ബിയുടെ അടുത്ത് വെക്കാൻ പാടില്ല, എഫിന്റെ അടുത്ത് വെക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ വരത്തില്ല, ഇവിടെയും വരത്തില്ല. എഫിന്റെ അടുത്ത് വെക്കരുത്, ബിയുടെ അടുത്ത് ഇവിടെ വരാൻ പാടില്ല, ഇവിടെയും വരാൻ പാടില്ല. ഇവിടെയും വരത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ അല്ലേ? അപ്പൊ ക്യൂനെ നിങ്ങൾ ഇവിടെ വെക്കണം. ആണോ? ഇപ്പം കറക്റ്റ് ആയി. ക്യൂ എന്ന് പറയുന്നത് ബിയുടെ അടുത്തല്ല, എഫിന്റെ അടുത്തല്ല. ഇത്രയുമാണ് പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്മൾ കളഞ്ഞ സാധനത്തിനെ കയറി പിടിക്കുക. നമ്മൾ കളഞ്ഞത് എന്തു വരുന്നു? ആറെന്ന് പറയുന്നവൻ. ഇനി നമുക്കിവിടെ വെക്കേണ്ടത് ആരൊക്കെയാണെന്നറിയോ? ഇനി 3 പേരെ വെക്കണം. ആ വെക്കേണ്ടത് ഒരാൾ പി ആണോ? ഒരാൾ പി, ഒരാൾ 6. രണ്ടാമത്തവൻ ആരാണ്? 6. മൂന്നാമത്തവൻ ഡി. ഇനി 3 പേരെ മാത്രമേ വെക്കാനുള്ളൂ. ഒരാൾ പി, ഒരാൾ 6, ഒരാൾ ഡി. പറയുന്നു ആറെന്ന് പറയുന്നത് ഡിയുടെ ലെഫ്റ്റ് സെക്കൻഡിലല്ല. നമുക്ക് എവിടെങ്കിലും ഒരാളെ വെക്കണ്ടേ? അപ്പൊ ഞാന് ഡിയെ ഇവിടോട്ട് വെക്കുവാണെങ്കിൽ, ചുമ്മാ വെച്ചതാണ് കേട്ടോ, ഡിയെ ഇവിടോട്ട് വെച്ച് കഴിഞ്ഞാൽ, ചുമ്മാ വെച്ചതാണ്, ഡിയെ അവിടോട്ട് വെക്കുവാണെങ്കിൽ ആറെന്ന് പറയുന്നത് ലെഫ്റ്റ് സെക്കൻഡിൽ അല്ലെന്ന് പറയുന്നു. ലെഫ്റ്റ് സെക്കൻഡിൽ അല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ, പക്ഷെ ഇവിടെ വെക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. അത് നമുക്കറിയില്ല. ഞാൻ ചുമ്മാ വെച്ചതാ, വെറുതെ അവിടെ വെച്ചതാ. അപ്പൊ ഞാനൊന്ന് മാറ്റി പിടിക്കാൻ പോവാണേ. എനിക്കറിയില്ല, ഞാൻ ഇവിടെ വെക്കാൻ പോവാണ്. ഡിയെ ഇവിടെ വെക്കാൻ പറ്റുമോ? ഡി വേണമെങ്കിൽ ഇവിടെ വരാം, ഇവിടെയും വരാം, എവിടെ വേണേലും വരാം. കാരണം അതിന് ഇത് പറയുന്നില്ല. ഇനി അടുത്തത്, അപ്പൊ അത് വിടുക, അടുത്ത് പിടിച്ചു. ഡി ഈസ് നോട്ട് ആൻ
ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ബി. ഡി എന്ന് പറയുന്നത് ബി യുടെ അടുത്ത് വരാൻ പാടില്ല. ബി യുടെ അടുത്ത് വരാൻ പാടില്ലെങ്കിൽ ഇവിടെ വരാനും പാടില്ല, ഇവിടെ വരാനും പാടില്ല. ഇതല്ലേ ബി. ബിയുടെ അടുത്ത് വരാൻ പാടില്ലെങ്കിൽ ഡി ഉറപ്പിച്ച് ഇവിടെ ആണ്, കൺഫേം ആയി. കാരണം വേറെ ചെയർ ഇല്ല. അതുകൊണ്ട് ഡി ഉറപ്പായിട്ടും അവിടെ ആയിരിക്കും, കൺഫേം ആയി. കാരണം ഡി ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ബി എന്നാണ് പറഞ്ഞത്. ബിയുടെ അടുത്ത് വരാൻ പാടില്ല, പിന്നെ വേറെ ഒരു ചെയറേ ഉള്ളൂ. ഇനി ആറെന്ന് പറയുന്നത് ഒന്നുകിൽ ഇവിടെ വരാം അല്ലെങ്കിൽ ഇവിടെ വരാം. എനിക്കറിയില്ല, ഞാൻ ഇവിടെ വെക്കാൻ പോവാ, വെറുതെ വെച്ചതാണേ. അവിടെ അല്ലെങ്കിൽ ഇവിടെ ഉറപ്പിക്കുക. എനിക്കറിയില്ല, ഇവിടെ വരാം ഇവിടെ വരാം, എനിക്കറിയില്ല. ആർ ഈസ് നോട്ട് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി. ഡിയുടെ ലെഫ്റ്റ് സെക്കൻഡിലല്ല. ഡിയുടെ ലെഫ്റ്റ് സെക്കൻഡിലല്ലേ ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ അവിടെ അല്ല എന്നുള്ള കാര്യം ഉറപ്പായില്ലേ? കാരണം ലെഫ്റ്റ് സെക്കൻഡിലാ. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്. അപ്പൊ അവിടെ അല്ല. അപ്പൊ അവിടെ അല്ലെന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ ഇവിടെ ആറ്, ഇവിടാണ്. ആറ് ഉറപ്പിച്ചു. ഇനി ഒരാളെ ഉള്ളു. നമ്മൾ ഡിയും വെച്ചു, ആറും വെച്ചു. ഇനി പി ഇവിടെ എടുത്തു വെക്കുക. പരിപാടി ഇങ്ങനെ വൃത്തിയായിട്ട് വരയ്ക്കണം. വരച്ചാൽ മാത്രം പോരാ, അവസാന ക്വസ്റ്റ്യനും കൂടെ വായിക്കണം. എന്തോ ചോദ്യം? ഹൂ ഈസ് സിറ്റിംഗ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് പി. പിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാ ഇരിക്കുന്നത്? ഇമ്മീഡിയറ്റ് റൈറ്റ് പി 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 താണ്ടിതാ. അവന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസിൽ പോണം കേട്ടോ. ലെഫ്റ്റ് ആണെങ്കിൽ ആ ക്ലോക്ക് വൈസ്. അപ്പൊ ആരാ ആന്റി ക്ലോക്ക് വൈസിൽ? ആരാ? എഫ് ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. കണ്ടോ, ഇതായിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സർക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, വീഡിയോ താഴെ നോക്കിയാൽ മതി. ബ്ലഡ് സർക്കുലർ ഒക്കെ ചെയ്തിട്ടുണ്ട്. വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുവാണ്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ, ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുവാണ്. 10 ചോദ്യങ്ങൾ വൃത്തിയായിട്ട് ക്ലാസ്സിൽ പറയുന്ന സെഷന്റെ 2ാമത്തെ ക്ലാസ് ആയിരുന്നു. അപ്പൊ അതാണ് ഇത് നോക്കിക്കോണേ. അടുത്ത സംഖ്യ എന്ന ചോദ്യം 8-18 മാറി 18-38 38. ഇത് കാണുമ്പോഴേ അറിയാം സ്ഥിരം. ഇത് നമ്മുടെ സെക്രട്ടറിയുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അതുപോലെ ക്ലർക്കിനും ചോദിച്ചിട്ടുണ്ട്. എടാ 8-18 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? 8-18 ആകണമെങ്കിൽ 10 കൂട്ടിയാ പോരെ? 8ന്റെ കൂടെ 10 കൂട്ടുമ്പോഴല്ലേ 18 കിട്ടുന്നത്. ആ 18 38 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 18ന്റെ കൂടെ 20 കൂട്ടിയാൽ പോരെ? 18ന്റെ കൂടെ 20 കൂട്ടുമ്പോഴല്ലേ 38 കിട്ടുന്നത്. ആ 38 78 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 38ന്റെ കൂടെ 40 കൂട്ടിയാൽ പോരെ? ഇപ്പൊ തന്നെ ട്രെൻഡ് മനസ്സിലായില്ലേ? 10 20 20 40. അപ്പൊ അടുത്ത എന്തായാലും 40ന്റെ ഡബിൾ എത്ര? 80 കൂട്ടിയാൽ മതി. ആണോ? നോക്കിക്കേ. 78ന്റെ കൂടെ 80 കൂട്ടുമ്പോഴാണോ 158 ആണ്. അപ്പൊ ഇത് തന്നെ പരിപാടി. ഡബിൾ എടുത്തങ്ങ് പോയാൽ മതി. പിന്നെ ഇന്ന് ചെക്ക് ചെയ്യണ്ട. ഇനി ചെക്ക് ചെയ്യേണ്ടത് മണ്ടത്തരോ. 10ന്റെ ഇരട്ടി 20, 20 കൂട്ടി 40 കൂട്ടി 80 കൂട്ടി, 80ന്റെ ഇരട്ടി 160 കൂട്ടി കിട്ടി. ആ 160ന്റെ ഇരട്ടി എത്ര? 320. 320 കൂട്ടിക്കോ. 318ന്റെ കൂടെ 320 കൂട്ടിയാൽ 8 2 1 3 3 3 6 638 എവിടെ കിടക്കുന്നത്? ഓപ്ഷൻ ഡി. കണ്ടോ, ഇതാണ് നമുക്ക് ഒരു തവണ നമ്മുടെ സെക്രട്ടറിയുടെ പരീക്ഷയ്ക്കും അതുപോലെ ക്ലർക്കിന്റെ പരീക്ഷയ്ക്കും ചോദിച്ചത്. ആ ഇവിടെ നോക്കിയ വ്യത്യാസം നോക്കിയേ, ഡബിൾ എടുത്താണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ നമ്മുടെ വരാൻ പോകുന്ന ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് മുമ്പോടിയായിട്ട് നമ്മുടെ 10 ചോദ്യങ്ങളുടെ സീരീസിലെ 2ാമത്തെ ക്ലാസ് ആണിത്. തുടർന്ന് നമ്മൾ ഇതുപോലെ 10 ചോദ്യങ്ങളുടെ വീണ്ടും ലെങ്തി വീഡിയോസ് വീണ്ടും വരുന്നുണ്ട്. ഓരോ ചോദ്യങ്ങൾക്കിടയിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് ഇതിന്റെ ബാക്കി 10 ചോദ്യങ്ങളുടെ അടുത്ത സെറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കണം. അപ്പൊ നമുക്ക് അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.